ടൗണിൽ നമുക്ക് ഒത്തിരി സ്ഥലം ഉണ്ടാച്ചാ. ആർച്ച് എന്തൊക്കെയോ കണക്കൂട്ടുന്നുണ്ട്. കൈയും കാലും കാൽക്കുലേറ്ററൊക്കെ വെച്ച് കൂട്ടി. ശിഷ്ടം കണ്ടുപിടിച്ച് ആരാണ് എന്തോ. എപ്പോൾ കൂട്ടിയാലും കിട്ടുന്ന ശിഷ്ടത്തിന് 4 ചീത്ത വിളിച്ച് ആർച്ച കൃഷ്ണകുമാറിനെ നോക്കി. കൃഷ്ണൻ കണ്ണു കൂർപ്പിച്ചു. കാതും ഇതിലെന്തോ കുനിഷ്ട്. അതറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അയാൾ സംശയത്തോടെ ചോദിച്ചു. അതെ, ആ സ്ഥലം പണയവെച്ച് ഞാൻ ഹിമാലയ ട്രിപ്പിന് പോയാലോ എന്നാ. കൃഷ്ണകുമാറിന്റെ കണ്ണ് രണ്ടും തള്ളി പുറത്തു വന്നു. ഹൃദയം അവിടെ തന്നെ അങ്ങ് നിന്നു. ശ്വാസം ഉണ്ടോ എന്തോ. അച്ഛാ, ആർച്ചൊരു തട്ടുകൊടുത്തു. ഓ, ഇതിലും ഭേദം തെങ്ങിൽ കയറാൻ പറയുന്നതായിരുന്നു. അയാൾ പിറുവിറുത്തു. അല്ല, അതെന്തായാലും എൻ്റെ പേരിലാണല്ലോ, വെറുതെ കിടക്കുന്നതല്ലേ. അപ്പം ഞാനത് പണയം വെച്ചൊന്ന്. നാട്ടിൽ സ്ഥലം വെച്ചിട്ട് എന്തിനാ വീട്ടിൽ തന്നെ ഇരിപ്പൂ, നാട് കറങ്ങാൻ നടപ്പൂ എന്നാണല്ലോ. ആർച്ച പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറകിലൊരു അനക്കം കേട്ട് രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അച്ഛമ്മയും അമ്മയും. ജയശ്രീയുടെ കയ്യിലെ കാപ്പിക്കപ്പ് വറക്കുന്നുണ്ട്. കാപ്പിക്കെന്താ വിറയൽ പനിയുണ്ടോ? കൃഷ്ണകുമാർ കപ്പിലേക്ക് ഉറ്റുനോക്കി. ആർച്ച രണ്ടുപേരെയും മാറി മാറി നോക്കി. ചട്ടുകവും തവിയൊന്നും ഇല്ലാത്ത നന്നായി. അച്ഛമ്മയുടെ മുഖത്ത് കടക്ക് പുറത്ത് എന്നൊരു ഭാവമല്ലേ. അവൾ പതിയെ എഴുന്നേറ്റ് കയ്യിലെ പൊടി തട്ടി. മോളിങ് വന്നേ, ജയശ്രീ പതിയെ വിളിച്ചു. ആർച്ചയൊന്ന് തലയാട്ടി ഒരു കയ്യകലം പുറകിലേക്ക് നിന്നു. അടുത്ത ഭീഷണിൽ മീൻ മോഷ്ടിച്ചുകൊണ്ടോടുന്ന കാടമ്പൂച്ചയെ പോലെ മലക്കം മറിഞ്ഞ ആർച്ച പുറത്തേക്ക് ചാടി. അമ്മ വല്ലപ്പോഴും മുത്തൂറ്റിന്റെ പരസ്യം കാണുന്നത് നല്ലതാ, അച്ഛനും അച്ഛമ്മയും കൂടെ. അടുക്കള ഭാഗത്തേക്ക് ഓടുന്നതിനിടയിൽ ആർച്ച വിളിച്ചു പറഞ്ഞു. നിക്കടി അവിടെ. ജയശ്രീയും പിറകെ ഇറങ്ങി. എന്റെ കാലശേഷം എന്ന് പ്രത്യേകം എഴുതി വെച്ച് വളരെ നന്നായി. അച്ഛമ്മ പിറുവിറുത്തുകൊണ്ട് കൃഷ്ണകുമാറിനെ നോക്കി കണ്ണുരുട്ടി. കൃഷ്ണകുമാർ മുറ്റത്തുള്ള മണ്ടരി ബാധിച്ച തെങ്ങിന്റെ മണ്ടയിലേക്ക് നോക്കി. ഓ, ഈ പ്രാവശ്യം വിള വളരെ കുറവാ. കയ്യിലുള്ള പോവുകയും ചെയ്ത് ഉദ്ദേശിച്ച കാര്യമായിട്ട് നടന്നുമില്ല. എല്ലാം കൂടി ആകെ പവനായി ശവമായി എന്ന മട്ടിലായിരുന്നു കിച്ച്. അതിനേക്കാൾ കഷ്ടമായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥ. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് കിട്ടുകയും ചെയ്തില്ല. സതീഷിന്റെ വീട്ടിൽ ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു കിച്ചുവിന്. അവനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ നിൽക്കാൻ. അതുകൂടാതെ സതീഷിന്റെ ഉപദേശവും സതീഷിന്റെ ഭാര്യ ദീപ്തിയുടെ കളിയാക്കലും അവനിൽ അസ്വസ്ഥത നിറച്ചു. അവരുടെ മുന്നിൽ നിൽക്കാൻ അവന് ജാള്യത തോന്നി. ഫോണായിരുന്നു ഏക ആശ്രയം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, വാട്സാപ്പ് എന്ന് വേണ്ട. ഓസ്ട്രേലിയ, യുഗാണ്ട, സ്വിറ്റ്സർലൻഡ്, കാനഡ, അമേരിക്ക, ചൈന, ഹംഗറി, ഹോങ്കോങ് വഴി സന്തോഷ് ജോർജ് കുളങ്ങരയേക്കാൾ വലിയ ലോകസഞ്ചാരത്തിൽ ഏർപ്പെട്ടു. എന്റെ ജോണി സിൻദേവ, മിയ ഖലീഫ ദേവി കാത്തോളണേ. അനുജിന് അച്ഛൻ വിളിച്ചിരുന്നു. വാതിൽക്കൽ സതീഷിന്റെ ശബ്ദം കേട്ട് അവൻ ഫോണിൽ നിന്ന് തലയുയർത്തി നോക്കി. അയാൾ ഉള്ളിലേക്ക് കയറി വന്ന് അവന്റെ അടുത്തേക്കിരുന്നു. നീ ചെയ്തു വെച്ചതിനൊക്കെ വില കൊടുക്കേണ്ടി വന്നേ, നിന്റെ അച്ഛനാ. അല്പ അമർഷത്തോടെ സതീഷ് പറഞ്ഞു. കിച്ചു ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി. അവർക്ക് വിവാഹം നടത്താൻ സമ്മത. മോഞ്ഞേ. കിച്ചുമോന്റെ മനസ്സിൽ 5-10 ലഡ്ഡു ഒരുമിച്ച് പൊട്ടി. പക്ഷേ ആ പക്ഷയിൽ കിച്ചുവിന്റെ ഹൃദയത്തിന്റെ തെക്ക് കിഴക്കേ അറ്റത്തൊരു കരിങ്കല്ലാരോ എടുത്തു വെച്ചു. പക്ഷേ ആരെങ്കിലും ഒരു പക്ഷയിൽ നിർത്തൽ കൃത്യമായത് പിന്തുടർന്ന് ചോദിക്കണമെന്ന ലോകതത്വം കിച്ചുവും തെറ്റിച്ചില്ല. പക്ഷേ അവർ കീർത്തി കൊടുക്കാൻ നേറ്റുന്ന സ്ത്രീധനം കൂടുതൽ ചോദിച്ചു. 50 പവനും 10 ലക്ഷം. ഇപ്പോൾ 50 പവന് 25 ലക്ഷമായി മാറിയിട്ടുണ്ട്. സതീഷ് മുഷ്ടിയുരുട്ടി. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? കിച്ചുവിൻ്റെ ഉള്ളിൽ ആദ്യമുണ്ടായിരുന്ന ആഹ്ലാദം പതിയെ അണഞ്ഞു തുടങ്ങിയിരുന്നു. ഏട്ടൻ സമ്മതിച്ചില്ല, അയാൾ പതിയെ പറഞ്ഞു. കിച്ചുവിൻ്റെ മുഖം മങ്ങി. മനസ്സിൽ പൊട്ടിത്തെറിച്ച ലഡുകൾ യാതൊരു മടിയുമില്ലാതെ മനസ്സിനെ തെറി പറഞ്ഞിറങ്ങിപ്പോയി. പക്ഷെ നിന്റെ അമ്മാമാര് സമ്മതിച്ചില്ല. നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹം മുടങ്ങിയാവുന്ന അണക്കേടാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ കൂടെ അതും വേണ്ടാന്ന്. എന്നിട്ട് അണഞ്ഞുപോയ സന്തോഷത്തിന്റെ തീപ്പൊരി പതിയെ അവൻ ഊതി കത്തിച്ചു. 1-2 ലഡുകൾ പൊട്ടാൻ തയ്യാറായി വീണ്ടും മനസ്സിനുള്ളിൽ നിറഞ്ഞു. എന്നിട്ടെന്താ, അവർ രണ്ടുപേരും പിന്നെ നിന്റെ അമ്മയും കൂടെ എല്ലാം തീരുമാനിച്ചു. ഏട്ടന്റെ എതിർപ്പൊന്നും അവിടെ ആർക്കും അറിയണ്ട. 1 മാസത്തിനുള്ളിൽ വിവാഹം. ഇന്ന് മുഹൂർത്തം കുറിക്കാൻ പോയിട്ടുണ്ട്. സതീഷ് അരിശം കൊണ്ടു. കിച്ചു പക്ഷേ ഇനി അതും കൂടെ ആയാൽ മാനം കപ്പൽ കയറിയനെ. കാശ് കൊടുക്കേണ്ടി വന്നാലെന്താ, വിവാഹം നടക്കുമല്ലോ എന്നായിരുന്നു. ഇങ്ങനെയൊക്കെ കാശ് കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്നവരുടെ കൂടെ ആ കുട്ടിയുടെ ജീവിതം എന്താവും എന്തോ. സ്റ്റാറ്റസ് കാണിക്കാൻ കാശും സ്വർണം കൊടുത്ത് കെട്ടിച്ചുവിട്ട് അവസാനം കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടോ കിച്ചുവിന്റെ പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ടോ സതീഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കിച്ചുവിന്റെ മനസ്സ് പക്ഷേ അപ്പോഴും ഒരു ആശ്വാസ തീരത്ത് നിൽക്കുകയായിരുന്നു. ഉദ്ദേശിച്ചത് നടന്നില്ലെങ്കിൽ എന്താ, കയ്യിലുള്ളത് പോയില്ല. ഓയ് ഉണ്ണിയാർച്ചേ. രാവിലെ പത്മയെ പുറത്തൊന്നും കാണാത്തോണ്ട് നേരെ നടക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്നും ശബ്ദം കേട്ടത്. കൈവീശി കാണിക്കുന്ന ഭരത്തിനെ കണ്ട് ആർച്ചയും തിരികെ കൈവീശി. അവിടെ നിൽക്കുന്ന ആംഗ്യം കാണിച്ച് ഭരത് താഴേക്ക് ഇറങ്ങി.
മൂക്കിന്റെ കാര്യത്തിൽ ഇത്തിരി പേടിയുള്ളതുകൊണ്ടും അന്നത്തെ പ്രശ്നത്തിൽ ശരത്തും ഭരത്തും കയറി ഇടപെട്ട് കുട്ടിക്ക് ബോധിച്ചതും കാരണം ആർച്ച താൽക്കാലികമായി യുദ്ധവിരാമം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആർച്ച കിച്ചുവിനെ വീടിന് നേർക്കം നോക്കി. ഇത്രയ്ക്ക് വിഷമാണി അതൊക്കെ പറഞ്ഞു തീർക്കാൻ പാടില്ലേ? അവളുടെ അടുത്തേക്ക് ഒന്നുകൊണ്ട് ഭരത്തി ചോദിച്ചു. പറഞ്ഞു തീർത്താലും ഒന്നും ഒരിക്കലും പഴയതുപോലെ ആവില്ല. ഒരു വിടവ് എന്നും ഉണ്ടാവും. പിന്നെ എനിക്കത്ര വലിയ മനസ്സൊന്നുമില്ല കുഞ്ഞിരാമ. ആർച്ച ചിരിയോടെ കണ്ണു ചിമ്മി. അതെനിക്കറിയാലോ, കിട്ടിയൊന്നും ഞാൻ മറന്നിട്ടില്ല. മുറിയിൽ കിടക്കുന്ന ഷൂസ് ഓർത്ത് ഭരത്തൊന്ന് ഇടിവീർപ്പെട്ടു. അല്ല, ഉണ്ണിയാർച്ച എന്താ കയറാവൂന്ന്? അവൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏയ്, കോളേജിൽ നിന്നൊരു പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് ഇത്തിരി നേരത്തെ എത്തണം. ആർച്ച സമയം നോക്കി. അപ്പൊ ഇന്ന് ക്ലാസ്സില്ലാന്ന് സാരം. വെറുതെ അല്ല ഇത്രയ്ക്ക് സന്തോഷം. ഭരത് അവളെ കളിയാക്കി. ആർച്ച പല്ല് മുഴുവൻ കാണിച്ചൊന്ന് ചിരിച്ചു. അത് പിന്നെ നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ, നമ്മളായിട്ട് അത് മാറ്റുന്ന എന്തിനാ? അവൾ തല ചൊറിഞ്ഞു. ഓവ്, എങ്കിൽ പിന്നെ നാട്ടു നടപ്പ് മാറ്റാൻ നിൽക്കണ്ട. ചെല്ലിയാർച്ച ഉണ്ണ്. എന്ത്? അല്ല, ഉണ്ണിയാർച്ച ചെല്ല്. അവൻ ചിരിയോടെ പറഞ്ഞു. വേണമെങ്കിൽ ചേട്ടൻ കോളേജ് വരെ കൊണ്ടുവിടാൻ കേട്ടോ. ആർച്ച മുന്നോട്ട് കിടന്ന ഭരത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഓ വേണ്ട ഏട്ടാ, ഇവിടെ ആവശ്യത്തിന് കോഴികളുള്ള, പുറത്തുനിന്നുള്ളവർക്ക് എൻട്രി കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് നല്ല മസിലുള്ള ബ്രോയിലർ കോഴി. ഇവിടെ നല്ല നാടൻ കോഴികളുണ്ടേ, കൊത്തിപ്പെറുക്കാനേ. തിരിഞ്ഞു നോക്കാതെ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. എന്നാലും ഒരു സ്പാർക്ക് കിട്ടിയാലോ? ഭരത് വീണ്ടും വിളിച്ചു ചോദിച്ചു. ആർച്ച തിരിഞ്ഞവനെ നോക്കി. സ്വഭാവം വെച്ച് ചേട്ടൻ നന്നായിട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. സ്പാർക്ക് മാത്രമല്ല, നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവൾ ഭരത്തിനെ നോക്കി കണ്ണുരുട്ടി. ഭരത് അവൾ പോകുന്നു നോക്കി ചിരി അടക്കി പിടിച്ച് നിന്നു. അവളെ ഇഷ്ടമാണല്ലേ? പുറകിൽ നിന്നൊരു ചോദ്യം കേട്ട് ഭരത് തിരിഞ്ഞു നോക്കി. കീർത്തി. അവൻ ചിരിച്ചു. സ്നേഹിച്ച അവൾ ജീവൻ പറിച്ചു കൊടുക്കും. കീർത്തി പതിയെ പറഞ്ഞു. വെറുത്ത ചങ്കിനിട്ട് കുത്തുകയും ചെയ്യും. ഭരത് ചിരിച്ചു. വെറുതെ സ്നേഹിച്ചവരെ നോവിക്കാൻ അവൾക്ക് പറ്റില്ല. ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ലല്ലോ. പിന്നെ ഏട്ടൻ, അവൻ ചെയ്യുന്നതിൻ്റെ തിരിച്ചടി മാത്രമാണ് അവന് കിട്ടുന്നത്. അവൾ നേരത്തെ ചിരിയോടെ പറഞ്ഞു. ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും പിന്നെ എന്തിനാ? ഭരത് പതിയെ ചോദിച്ചു. ഒരു നിമിഷം മനസ്സ് തെറ്റിപ്പോയി. സ്വാർത്ഥതയും അത്യാഗ്രഹവും, പിന്നെ ചുറ്റിലും വരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടപ്പോൾ മനസ്സ് കൈവിട്ടുപോയി. ഈ പറയാം, ഇതൊന്നും അവളിലും വലുതല്ലെന്ന്. പക്ഷേ കീർത്തിയുടെ കണ്ണു നിറയുന്ന അവൻ കണ്ടു. പോട്ടെ. തെളിച്ചമില്ലാത്തൊരു ചിരി നൽകി കീർത്തി നടന്നു നീങ്ങി. ആരു മോളെ, പ്രോഗ്രാം തുടങ്ങുന്നു നോക്കി ഫ്രണ്ട്സിന്റെ കൂടെ ക്യാൻറ്റീനടുത്തുള്ള മാവിന്റെ ചുവട്ടിലായിരുന്നു ആർച്ച. കണ്ണ് മാവിന്റെ മുകളിൽ ഉണ്ണിവാങ്ങയിലും. മാവിൽ കല്ലെറിഞ്ഞ പ്രിൻസിപ്പൾ തൂക്കിയെടുത്ത് പുറത്തു കളയുന്ന ഒരൊറ്റ ഭയത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. പതിവില്ലാതെ അപശബ്ദത്തിലൊരു വിളി കേട്ടപ്പോഴേ ആർച്ചയ്ക്ക് അപകടം മണത്തു. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. മുഴുവൻ പല്ലും കാണിച്ചിരിച്ചുകൊണ്ട് കോളേജ് ചെയർമാൻ അഭിഷേകും ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഈഷയും. ആർച്ച കണ്ണുകൾ കുറുക്കി അവരെ നോക്കി. അത്ര നല്ല ശരിയായി തോന്നുന്നില്ല. ആർച്ചയിലെ ഷെർലക് ഹോംസ് പല്ലുനകം കൂർപ്പിച്ച് ചാടി ഇറങ്ങി. ആരുമോളെ? അഭിഷേക് അവിടെ അടുത്തേക്ക് വന്നിരുന്നു. പറഞ്ഞു. കയ്യിലുള്ള തേൻമിഠായി രണ്ടെണ്ണം വായിലേക്കിട്ട് അവൾ അഭിഷേകിനെ നോക്കി. തേൻമിഠായിയുടെ കാര്യത്തിൽ മാത്രം നോ ഷെയറിങ്. ഇനിയിപ്പോൾ യുദ്ധം തന്നെ ഉണ്ടായാലും ശരി, തേൻമിഠായി മുഖ്യം ബിഗിലേ. അത് പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എബിൻ സാർ വരാൻ ഇത്തിരി താമസിക്കും. അവൻ നിന്ന് പരിങ്ങി ഇഷയെ നോക്കി. ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റാണ്. അയിന്? ആർച്ച പുരികമയർത്തി രണ്ടുപേരെയും നോക്കി. ഈ അയിനിലാണ് എല്ലാം തട്ടിത്തകർന്നു പോകുന്നത്. അത് പിന്നെ മോള് പോയിട്ടൊന്ന് മാനേജ് ചെയ്യാമോ? ഇഷ അവിടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. ഇതാണോ അയ്യേ? ആർച്ച പൊട്ടിച്ചിരിച്ചു. എൻ്റെ പൊന്നി ചേച്ചി, ഗസ്റ്റ് വരാൻ ലേറ്റ് ആകുമ്പോൾ ചെയ്യുന്ന സ്ഥിരം പരിപാടി നടത്തിയ പോരെ? പാട്ട് അല്ലെങ്കിൽ ഡാൻസ്? അവൾ നിസ്സാരമായി ചോദിച്ചു. അതൊക്കെ നോക്കി 3 കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് മനസ്സിലായി. പിന്നെ നല്ല ഭംഗിയായി കൂവി തോൽപ്പിച്ചു. മുട്ടക്കും തക്കാളിക്കും വില കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നു അത് വന്നില്ല. പേപ്പർ ചുരുട്ടി എറിഞ്ഞു, പുസ്തകം ചുരുട്ടി എറിഞ്ഞു. എന്തിന്? നമ്മുടെ ക്യാമ്പസിലെ തെങ്ങിൻ ചോട്ടിലിട്ട പുതിയ കോഴിക്കാഷ്ടം വരെ ഉരുട്ടി അവരെറിഞ്ഞിട്ടുണ്ട്. ഇനി പാടാൻ ചെന്നാൽ ചിലപ്പോ ഇളനീരോ കരിക്കോ തേങ്ങയൊക്കെ വരും. ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ചെയർമാനാണത്ര ചെയർമാൻ. ചെന്നൊരു പ്രസംഗം അങ്ങോട്ട് നടത്തണം മിസ്റ്റർ. കേട്ടാ ചോര തിളക്കണം. ചോരയൊക്കെ തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേടി. ആർച്ചവനെ കളിയാക്കി. ഈഷ ചിരി കടിച്ചു പിടിച്ചവനെ നോക്കി. ഡേടി കുട്ടിപ്പിച്ചാതെ. അഭിഷേക് അവിടെ തലയിൽ കുട്ടി. ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല നീ. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞ പോലെ പിള്ളേരൊന്നും പഴയ പിള്ളേരല്ല. ഒരു നെടിവീർപ്പോട് അവൻ താടി രോമമില്ലാത്ത താടിയിൽ കൈ താങ്ങിയിരുന്നു. പക്ഷെ ബിലാല് പഴയ തന്നെയാണല്ലോ. ആർച്ച വാപത്തി ചിരിച്ചു. പിന്നെ ആ ഡയലോഗും പറഞ്ഞ അവിടെ ചെന്ന് നിൽക്കാനേ. എന്റെ പേര് മമ്മൂട്ടി എന്നല്ല, അഭിഷേക് എന്നാ. അവൻ കണ്ണുരുട്ടി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആർച്ച താടിയിൽ കൈതാങ്ങിയിരുന്നു. അതെ,
കുറച്ചു ദിവസം മുമ്പ് മോള് മിസ്സില്ലാതിരുന്ന ഒരു ദിവസം ക്ലാസ്സിൽ നടത്തിയൊരു പ്രകടനമല്ലേ, അതൊന്ന് പുറത്തെടുക്കണം. മുഴുവൻ പല്ലും കാണിച്ച് മുന്നിലിരിക്കുന്ന അഭിഷേകിനെ ആർച്ച കനപ്പിച്ചൊന്ന് നോക്കി. ഉവ്, പിള്ളേരെ കൂടി എന്നെ തല്ലി കൊന്നോട്ടേന്ന് അല്ലേ? അന്ന് എൻ്റെ ക്ലാസ്സിൽ 50 പിള്ളേരാ മുന്നിലിരുന്ന്. ഇതങ്ങനെയല്ല, ഫസ്റ്റ് സെക്കൻഡ് എന്ന് വേണ്ട, ഈ കോളേജിൽ ആർക്കൊക്കെ മലയാളം അറിയാമോ, മലയാളം ക്ലബ്ബിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അവിടെയുണ്ട്. പോരാത്തിന് ടീച്ചേഴ്സും. എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെൻ്റെ ചളിയും സഹിച്ച് ഇരുന്ന പോലെ അവരിയ്ക്കൂല. അവൾ ചാടി എഴുന്നേറ്റു. നോട്ട് വാക്കിംഗ് ചേട്ടാ, നോട്ട് വാക്കിംഗ്. നടക്കില്ല ചേട്ടൻ. ഡാൻസോ, ചവിട്ട് നാടകമോ, ഓട്ടംതുള്ളലോ, പൊറാട്ട് നാടകമോ എന്ത് വേണമെങ്കിലും നോക്ക്. ആർച്ച അടുത്ത സെറ്റ് തേമിട്ടായി വാങ്ങിക്കാൻ ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു. 2000 അഭിഷേക് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ആർച്ച അവിടെ നിന്ന് അവൻ കൂർപ്പിച്ച് നോക്കി. 5000. അവൻ എഴുന്നേറ്റ് വന്നു. സംഭവം പൊളിഞ്ഞാലും ഇല്ലെങ്കിലും 5000 ഉറപ്പ്. അവൻ ആർച്ചയുടെ കൈ പിടിച്ചു. ഇപ്പൊ ഇവൻ കുടുങ്ങിയിരിക്കുകയാണ്, എത്ര ചോദിച്ചാലും കിട്ടും. അപ്പൊ ഞാനൊരു 10000 ചോദിച്ചാലോ? തർക്കിക്കുന്നില്ല, 10 തന്നേക്കാം. 10? ഞാൻ 15 ചോദിച്ചാലോ? അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ? താടി ചൊറിഞ്ഞൊരു കണ്ണിറുക്കി ചോദിക്കുന്നവളെ കണ്ട് അഭിഷേകിന് ചിരി വന്നുപോയി. അവൻ പതിയെ ഇല്ലെന്ന് തലയാട്ടി. ആർച്ചയൊന്ന് മൂളിക്കൊണ്ട് ഓഡിറ്റോറിയത്തിന് നേരെ നടന്നു. അതെ, സംഗതി കയ്യിൽ നിന്ന് പോയി എന്നെ ഊരിയെടുക്കണം. 2 അടി മുന്നിലേക്ക് വെച്ച് അവൾ തിരിഞ്ഞു നോക്കി. അഭിഷേക് കണ്ണി ചിമ്മി കാണിച്ചു. വേണോ അഭി? സംഭവം സെക്സ് ആയില്ലെങ്കിൽ അല്ല സക്സസ് ആയില്ലെങ്കിൽ പിള്ളേര് നാളെ മുതൽ അവളെ കളിയാക്കി കൊന്ന് കുരിശിലേറ്റു. ഈശ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. അഭിഷേക് കണ്ണി ചിമ്മി ചിരിച്ചു. സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആർച്ചയുടെ കാല് ബാറിൽ നിന്നിറങ്ങി വരുന്നവരെ പോലെ കുഴഞ്ഞിരുന്നു. കൈ രണ്ടും തുള്ളി മരുന്ന് കുടിച്ച തുള്ളൽ പനിക്കാരെ പോലെ തുള്ളി തുള്ളി വറച്ചു. അവളുടെ ജീവിതത്തിൽ എന്നും മോട്ടിവേഷൻ കൊടുത്തിരുന്ന ആ മഹാനായ മോട്ടിവേഷൻ സ്പീക്കറുടെ വാക്ക് അവൾ മനസ്സിൽ ഓർത്തു. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. അതോടെ അവളിൽ ധൈര്യം നുരഞ്ഞു പൊന്തി. പൊട്ടിയാലൊരു കൂവൽ, കേട്ടിയാലൊരു 5000. ആർച്ച 2 കൽപ്പിച്ച് കയറി ചെന്നു. ശ്വാസം ആഞ്ഞു വലിച്ചു. പതിയെ വിട്ടു. 2 വശത്തുമായി 4 ഡോറുകളും അതിൽ കൂടുതൽ ജനാലകളുമുള്ള ഹാളാണ്. വാവ്, ചാടി ഇറങ്ങിയോടെ ഒരുപാട് വഴികളുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കണ്ടമുണ്ട്. കണ്ടം വഴി ഓടാം. കമോൺ ആരു, കമോൺ. ആർച്ച സ്വയം മോട്ടിവേറ്റ് ചെയ്തു. മുന്നിലേക്ക് നോക്കിയത് അവിടെ കണ്ണ് പുറത്തേക്ക് ചാടി സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ഈശോയേ! HOD അബ്ദുറഹിമാൻ സാർ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിലിരുന്ന് പൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ മൂലക്കുരി രോഗിയെ പോലെ ചന്തി പൊക്കി ഉറക്കം തൂങ്ങിയത് പുള്ളി മറന്നു കാണണേ ദേവി. ആർച്ച അയാൾക്ക് പുറകിലേക്ക് കണ്ണോടിച്ചു. സ്റ്റുഡൻസ് എല്ലാം അന്യഗ്രഹ ജീവിയെ പോലെ അവൾ നോക്കുന്നുണ്ട്. അന്തസ്. കോളേജ് മുഴുവൻ ഉണ്ടെന്നാ തോന്നുന്നു. വഴി തെറ്റി വന്നതാണെന്ന് പറഞ്ഞാലോ? വേണ്ട, ചിലപ്പോൾ ലൊക്കേഷൻ അയച്ചു തരും. എന്താ ആർച്ച? അബ്ദുറഹ്മാൻ സാറിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഹാളിൽ മുഴുവൻ കേൾക്കും വിധം മുഴങ്ങി. മൊത്തം നിശബ്ദത. ഇത്രയും നല്ല പിള്ളേരോ? അത് പിന്നെ സാർ, ഇതിലൂടെ എളുപ്പത്തിൽ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുന്ന ആരോ പറഞ്ഞു. അതൊന്ന് നോക്കാൻ വന്ന. ഇപ്പൊ മനസ്സിലായി. ഇല്ല, പോകാൻ പറ്റില്ല അല്ലേ? തെറ്റുപറ്റിപ്പോയി. ഭയഭക്തി ബഹുമാനത്തോടെ കുട്ടി ഉത്തരം കൊടുത്തു. അയാൾ കണ്ണടക്കുള്ളിലൂടെ കണ്ണടക്കാതെ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. മറുപടിയായി മുഴുവൻ പല്ലും കാണിച്ച് അവൾ ചിരിച്ചു കൊടുത്തു. സാറ് ഫോണിലേക്ക് നോക്കി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആർച്ച ഒന്നുകൂടെ ശ്വാസം അകത്തേക്ക് വലിച്ചു. പതിയെ പുറത്തേക്ക് വിട്ടു. തിരിഞ്ഞ് ഡോറിനടുത്തേക്ക് നോക്കി. അഭിഷേകിനെ കണ്ണുരുട്ടി നോക്കി പല്ല് ഞെരിച്ചു. താരാട്ടോ? അല്ലടോ, നിനക്കുള്ള തരാത്. അവൾ പതിയെ ചുണ്ടനയ്ക്ക് പറഞ്ഞു. പിന്നെ മൈക്കിന് മുമ്പിലേക്ക് നീങ്ങി നിന്നു. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഞാനെന്തിനാ ഇവിടെ കയറി നിൽക്കുന്നതെന്ന്. വേറൊന്നുമല്ല, സിമ്പിൾ ആയി പറഞ്ഞ ഈ ഫിലിം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരാന്ന് പറഞ്ഞ ഡയറക്ടർ എബിൻ ജോർജ് എത്താൻ കുറച്ച് താമസിക്കും. അതുവരെ നിങ്ങളെ ഒന്ന് പിടിച്ചിരുത്തണം. ആർച്ച എല്ലാവരെയും നോക്കി. അവരും പരസ്പരം നോക്കി. അടുത്ത നിമിഷം കൂലിയർന്നു. മൈക്ക് ഓഫ് ചെയ്ത് അല്പം മാറിന്ന് ആർച്ച മൊത്തത്തിലൊന്ന് നോക്കി. പിന്നെ അവൾ ഉച്ചത്തിൽ കൂവി. കൂവിക്കൊണ്ടിരുന്ന പിള്ളേര് വാപൊളിച്ച് നിന്നു. സോറി, എന്താന്ന് അറിഞ്ഞൂടാ. ആരെങ്കിലും കൂവുന്ന കാണുമ്പോ കൂടെ കൂവില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമാണെന്നേ. ഒരു കുലുക്കുമില്ല മുന്നിൽ പറയുന്ന ആർച്ചയെ കണ്ട അഭിഷേകിന് പോലും ചിരി വന്നുപോയി. എന്നെ ഓടിക്കാൻ കൂവിയതാണെങ്കിൽ ഇതൊന്നും മതിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവൾ ചിരിച്ചു. സ്റ്റുഡൻസ് നിൽക്കുന്നതിന്റെ ഏറ്റവും പുറകിൽ നിന്ന് വിസിൽ ശബ്ദം കേട്ട അവൾ ശ്രദ്ധ അവിടെ പതിഞ്ഞു. വിവിയും മനുവും. ആർച്ച കൈ ഉയർത്തി വീശി. എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്റെ ഫ്രണ്ട്സാ മനുവും വിവിയും. പക്ഷെ എന്റെ ബെസ്റ്റ് എന്റെ അച്ഛനാണ് കേട്ടോ. എന്റെ അച്ഛനൊരു സംഭവമല്ല, വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനാണ്.
ഞാൻ ചെയ്യുന്ന എല്ലാ കുരുത്തക്കേടും വീട്ടിലെ അമ്മയുടെ മുന്നിലെത്തുമ്പോഴേ അതിൽ നിന്ന് എന്നെ ഊരിയെടുക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ക്ലേശകരമായ ജോലി ചെയ്യുന്ന എന്റെ അച്ഛനാണ്. എന്റെ മാത്രമല്ല മിക്കവാറും അച്ഛന്മാർ ഇങ്ങനെ തന്നെ ആയിരിക്കും. അമ്മ പറയുന്ന മുഴുവൻ വഴക്കും കേട്ട് അവസാനം ഒരൊറ്റ ഡയലോഗിൽ ഇതൊക്കെ കോംപ്ലിമെന്റ് ആക്കും. ഓട്ടടി വിട്ടുകളാ, നമ്മുടെ മോളല്ലേ എന്ന് ആർച്ച ചിരിച്ചു. പെൺകുട്ടിയുടെ ആദ്യത്തെ ഹീറോ എപ്പോഴും അച്ഛനാണ്. എനിക്ക് അവള് നിർത്തി എല്ലാവരെയും നോക്കി. അച്ഛന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ. അത്ര ഫ്രണ്ട്ലി അല്ല, സ്ട്രിക്റ്റും അല്ല. ഞങ്ങൾ രണ്ടുപേരുടെ ഒരു സുഹൃത്ത്. തൽക്കാലം നൊച്ചനേലിന്ന് വിളിച്ചോ, അല്ല നങ്ങേലിന്ന് വിളിച്ചോ. ഹയർ സെക്കൻഡറി ഒരേ സ്കൂളായിരുന്നു, പക്ഷേ സബ്ജക്ട് വേറെ. കൃത്യം 18 വയസ്സായതിന്റെ അടുത്ത ദിവസം നങ്ങേലി കാമുകന്റെ കൂടെ ഒളിച്ചോടി പോവാൻ പോയി. പോകുന്ന വഴിയിൽ ആരോ ഒരാൾ നങ്ങേലിയെ കണ്ടു. വലിയ ബാഗൊക്കെ തൂക്കിയാണ് പുള്ളിക്കാരി പോകുന്നത്. എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ ബന്ധു വീട്ടിൽ പോകുന്നതാണെന്നും ഒറ്റക്കാണെന്ന് ചോദിച്ചപ്പോ അതേന്നും മറുപടി കൊടുത്തു. സംശയം തോന്നിയെങ്കിലും പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് സംഭവം വിട്ടുകളഞ്ഞു. നങ്ങേലി കൂളായി കാമുകന്റെ കൂടെയും പോയി. ആർച്ച നിർത്തി. എല്ലാവരും കഥയുടെ അടുത്തറിയാനുള്ള ആകാംക്ഷയിലാണ്. സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നപ്പോഴാ ഞങ്ങൾക്ക് ഈ കഥ അറിയുന്നത്. ഇതൊക്കെ എല്ലാ വീട്ടിലും ചർച്ചയാകുന്നതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലും ചർച്ചയ്ക്ക് എടുത്തത്. കഥയൊക്കെ കേട്ട് കഴിഞ്ഞ് അവിടെ അച്ഛൻ അവളെ സൂക്ഷിച്ചു നോക്കി, കൂടെ അമ്മയും. ഒരു ഭീഷണി, ഉപദേശം, സെന്റി, വളർത്താനുള്ള കഷ്ടപ്പാടിന്റെ കണക്ക്, 10 മാസം ചുമന്നതിന്റെ വേദന, ഇതൊക്കെ പ്രതീക്ഷിച്ചെന്ന് അവളോട് അവിടെ അച്ഛൻ പറഞ്ഞു. മോള് പോകുമ്പോ ഒറ്റക്ക് ബാഗൊന്നും തൂക്കി പോകണ്ട, അച്ഛൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാം എന്ന് ആർച്ച താടിയിൽ കൈ കൊടുത്തു നിന്നു. ഹാളിൽ അടുത്ത നിമിഷം ആർത്തലച്ചൊരു ചിരിയായിരുന്നു. ആത്തുവരെ എങ്ങനെ വായി നോക്കി നടന്ന പെണ്ണ അവളുടെ അച്ഛന്റെ ഒരു ഒറ്റ ഡയലോഗിൽ അതങ്ങ് നിർത്തി. ആർച്ച നെടുവേർപ്പെട്ടതും വീണ് കൂട്ടശ്ശേരി ഉയർന്നു. മൈക്ക് കയ്യിലെടുത്ത് അവൾ സ്റ്റേജിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി നിന്നു. +2 കാലം ഭയങ്കര സംഭവമായിരുന്നു. 100% വിജയമാത്ര ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച സ്കൂളായിരുന്നു എന്റേത്. അവരുടെ ഭാഗ്യം എന്റെ നിർഭാഗ്യമോ, എന്തായാലും ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. ഞങ്ങളുടെ ഗുണം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ 8:30 സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായി. 8 മണിക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്ന ഞങ്ങൾക്ക് 8:30 സ്പെഷ്യൽ ക്ലാസ് ബാലികേറ മല തന്നെയായിരുന്നു. പക്ഷെ +2 ജീവിതത്തിന്റെ വഴിത്തിരിവാണല്ലോ. 10ാം ക്ലാസ് ജീവിതത്തിന്റെ പ്രധാന വഴിത്തിരിവാണെന്ന് പറഞ്ഞപ്പോ കരുതി അതോടെ തീർന്നെന്ന്. പിന്നെ അറിഞ്ഞത് വഴിത്തിരിവുകളുടെ ആദ്യത്തെ തിരിവ് മാത്രമായിരുന്നു അത്. പിന്നെ ചെറുതും വലുതും എസ്സും ആറൊക്കെ ആയിട്ട് കൊട്ടക്കണക്കിന് തിരിവ് ഇനിയും വരാനുണ്ടെന്ന്. ആർച്ച നിരാശാഭാഗത്തിൽ തലയാട്ടി. ഇത്തവണ ഹാളിന്റെ പല ഭാഗത്തുനിന്ന് വിസിൽ ശബ്ദം ഉയർന്നു കേട്ടു. പറഞ്ഞു ഞാൻ കാടും കുന്നും മലയും കയറിപ്പോയി രാജ്യം തന്നെ വിട്ടു. എന്താ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു? സ്പെഷ്യൽ ക്ലാസ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സ്ഥിരം പോകുന്ന ബസ് സ്കൂളിന്റെ അടുത്തുള്ള സ്റ്റോപ്പിലെത്തുന്ന 8:15 അത് കഴിഞ്ഞ് ബസ് 8:25 എത്തും. സ്കൂളിലേക്ക് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഞങ്ങൾ നടന്നെത്തുമ്പോൾ അത് 10 മിനിറ്റ് ആകും. സ്വാഭാവികം. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ സ്റ്റോപ്പിന് തൊട്ടുമുമ്പുള്ള സ്റ്റോപ്പിലിറങ്ങി ഒരു വീടിന്റെ മതിൽ ചാടിയ ഒരു 2 മിനിറ്റ് കൊണ്ട് സ്കൂളിലെത്താം. വെറുതെ ആണോ ആളുകൾ വളഞ്ഞ വഴി സ്വീകരിക്കുന്നേ? ഈണത്തിൽ പറയുന്നിട്ട് ഡോറിനരികിൽ നിന്ന് അബ്ദുറഹിമാൻ സാർക്ക് ചിരിച്ചുപോയി. ഫോൺ പോക്കറ്റിലിട്ട് അയാൾ ഡോറിലേക്ക് ചാരിന്ന് അവൾ ശ്രദ്ധിച്ചു. ഒരു ദിവസം ആദ്യത്തെ ബസ് മിസ്സായി. 2ാമത്തെ ബസ്സിന് ചെന്നാൽ സ്വാഭാവികമായിട്ടും വൈകും. ലേറ്റായി ചെന്നാൽ സാറ് പുറത്തു നിർത്തും. വേറെ വഴിയൊന്നുമില്ലാതെ ഒരു മതിൽ ചാടാൻ തീരുമാനിച്ചു. സംഭവം ബോധിച്ചു ഞങ്ങൾക്ക്. കാരണം മതിലിനടുത്ത് മാങ്ങ, ചാമ്പിക്ക, സപ്പോട്ട, ഉയ്യോ ഒന്നും പറയണ്ട. പോരാതിന് ഇത്തിരി ഗ്ലാമറുള്ള ഒരു ചേട്ടനുണ്ട് ആ വീട്ടിൽ. എനിക്ക് വയ്യ. 11 ദിവസം പെട്ടെന്ന് ഹായ് കൊടുത്ത് ചാമ്പിക്കയും പറിച്ച് മതിലാടി സ്കൂൾ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തു. എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഗ്രൂപ്പിൽപ്പെടാത്ത 2 കാലും പെട്ടെന്ന് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒന്നും നോക്കിയില്ല, സാഷ്ടാംഗം വീണു. പുരുഷൻ ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന്. ഹാളിൽ ചിരി ഉയർന്ന ആർച്ച നിർത്തി. മനു പുറകിൽ നിന്ന് നീട്ടി വിസിലടിച്ചു. മുകളിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത്രയും വൃത്തിയുള്ള ഷൂ ഇട്ടിട്ട് വരുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ, പ്രിൻസിപ്പൽ. പുരുഷൻ ഞങ്ങളെ നന്നായിട്ട് അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന്റെ കൂമ്പാരായിരുന്നു എന്റെ പൊന്നു. അന്ന് മുഴുവൻ ക്ലാസിന്റെ പുറത്ത് സ്കൂൾ കോമ്പൗണ്ട് ക്ലീനിങ്. അതും പോരാതെ പാന്റീസ് ഇട്ട് വരാനും പറഞ്ഞു. അയ്യോ, പാരന്റ്സിനെ വിളിച്ച് വരുത്താനും പറഞ്ഞു. അതിലൊക്കെ വലിയ അനുഗ്രഹം. ആ മതിലിനങ്ങ് ഉയരം കൂട്ടി. ആർച്ചയുടെ തളരുകൾ തുടരും.